بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. മാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സകല സന്ദർഭങ്ങളിലും സമയങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് കാതോർക്കാനും വിധേയരാവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിവിൻ്റെ പരമാവധി ആദരപൂർവ്വം പിന്തുടരാനും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, എവിടെ നോക്കിയാലും രക്ഷയുടേതായി, സമാധാനത്തിൻ്റെതായ, പ്രതീക്ഷയുടേതായ ഒരു നേരിയ വെളിച്ചത്തിൻ്റെ തരിമ്പ് പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ നാടും നാട്ടുകാരും സമൂഹവും പ്രായവ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസവുമില്ലാതെ തിന്മയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും തിന്മയോട് കൂടുതൽ കൂടുതൽ ആവേശമുള്ളവരാവുകയും തിന്മക്കു വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന കാലത്താണ് നമ്മളുള്ളത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം
സത്യത്തിൽ ഏതൊരു ഇരുട്ടിനെയും വകഞ്ഞു മാറ്റിയാൽ, ഏത് ചണ്ടിമുണ്ടാരങ്ങൾക്കിടയിൽ ഒരു തിരച്ചിൽ നടത്തിയാലും ആ ചണ്ടിമുണ്ടാരങ്ങൾ നീക്കിയാൽ, ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിയാൽ തെളിമയാർന്ന പ്രകാശത്തിന്റെ സാഹചര്യം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ബഹുദൈവ വിശ്വാസികളെ വേദക്കാരോടൊക്കെ പറഞ്ഞത്, യാ അയ്യുഹാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിലി വ തക്തുമൂനൽ ഹഖ്ഖ വ അൻതും തഅലമൂൻ എന്നാണ്. വേദക്കാരെ, സത്യമുണ്ടല്ലോ ഇവിടെ, എന്തിനാണ് നിങ്ങൾ ആ സത്യത്തെ അസത്യം കൊണ്ട് മൂടിപ്പൊതിഞ്ഞ് സത്യത്തെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് എന്തിനാണ്? അറിയായികയാണെങ്കിൽ അത് അബദ്ധമാണെന്ന് വിചാരിക്കാം. പക്ഷെ വാന്തും തഴലമുൻ, മനഃപൂർവമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. മദീന നിവാസികളായ യഹൂദികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില ദുസ്വഭാവങ്ങൾക്ക് നേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിമർശനം ഉന്നയിച്ചത്. പക്ഷെ നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, ഇവിടങ്ങളിൽ ജീവിക്കുന്ന നമ്മളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ നിലവിലുള്ള സാഹചര്യം സത്യത്തിൽ ഈ ആയത്ത് നമ്മളോടാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ്. ഇവിടെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക്, നമ്മൾ മുവഹിദുകളായ മുത്തഖികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ. പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ടുള്ള ഒരു വിപ്ലവം സംഘടിപ്പിക്കുക എന്നതാണ്. ആദർശ വിപ്ലവം, ഒരു സാംസ്കാരിക വിപ്ലവം, ഒരു സ്വഭാവ സംബന്ധിയായ ഒരു മാറ്റത്തിന് ഖുർആനിനെ പിടിച്ച് വലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ കാലഘട്ടത്തിന്റെ തിന്മകളോടൊപ്പം നടക്കുകയോ ഇതിനെ ന്യായീകരിക്കുകയോ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തും ഈസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തും തിന്മകളോട് രാജിയായി, തിന്മകൾ കണ്ടിട്ട് മുഖതാവിൽ കണ്ടിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ പോലും തയ്യാറാവാതിരുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയും, ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. ഈസ അലൈഹിസ്സലാമിലൂടെയും ദാവൂദ് അലൈഹിസ്സലാമിലൂടെയും ബനൂ ഇസ്രായേലിലെ ഒരു വിഭാഗം ശാപവിധേയരായിട്ടുണ്ട്. കാരണം ദാലിക ബിമാ അസൗ, അവർ പ്രമാണങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. ദൈവീക നിയമങ്ങളെയും പ്രവാചകത്വത്തെയും പ്രവാചകന്മാരുടെ മാതൃകകളെയും അപഹസിക്കുന്നവരായിരുന്നു. വക്കാനു യഅ്തദൂൻ, അവർ പരിധി വിട്ട നിയന്ത്രണമില്ലാതെ ജീവിതം നയിച്ചവരായിരുന്നു. മാത്രമല്ല കാനൂ ലാ യതനാഹൗന അൻ മുൻകരി ഫഅലൂ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന വൃത്തികേടുകൾ കണ്ടിട്ട് മിണ്ടാതിരുന്നവരാണ് അവർ. സുബ്ഹാനല്ലാഹ്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരി ഫഅലൂഹു, തൊട്ടു മുമ്പിൽ കാണുന്നത് വീട്ടിലാണ്, മക്കളിലാണ്, ഇണകളിലാണ്, സഹോദരങ്ങളിലാണ്, സുഹൃത്തുക്കളിലാണ്, ക്ലാസ്മേറ്റുകളിലാണ്, സഹപ്രവർത്തകരിലാണ്. അവരോടതൊന്ന് ഓർമ്മപ്പെടുത്താൻ പോലും നിൽക്കാൻ അവരായി അവരുടെ പാടായി, ഞാനിപ്പോ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റക്കായിട്ടത് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ട് ഈ രാജ്യ നാട് മാറ്റാനൊന്നും ഇപ്പൊ എനിക്ക് കഴിയില്ല എന്നിത്യാദി ന്യായവാദങ്ങളിലൂടെ അവനവനിലേക്ക് ഒതുങ്ങിത്തീരാൻ ശ്രമിക്കുന്നവരെ, അങ്ങനെ ഒരു ഒതുങ്ങൽ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ല. അങ്ങനെ നമ്മളിലേക്ക് ഒതുങ്ങേണ്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ
സമുദായത്തിന്റെ, നാടിന്റെ, സമൂഹത്തിന്റെ അപജയങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടവരായി വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആയത്ത് അവസാനിപ്പിച്ചത് കാനൂ ലാ യതനാഹൗന അൻ മുൻകരി ഫഅലൂഹു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞില്ലേ ലബിഇസ മാ കാനൂ യഅമലൂൻ എന്നാണ്. അങ്ങനെ തിന്മ കണ്ടിട്ട് മിണ്ടാതിരുന്ന ആ ആളുകൾ ചെയ്തത് ഏറ്റവും ചീത്തയായ കാര്യമാകുന്നു. ഈ ആയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ വിധത്തിലുള്ള വൃത്തികേടുകളും ഒട്ടുമിക്കതും വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു നാട് മക്ക. ആ നാട്ടിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വവുമായി തൗഹീദുമായി കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിവിശുദ്ധിയിൽ പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സന്ദേശം കേൾക്കുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ ഒറ്റക്കായിട്ട് മെനക്കെട്ടിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല. ഇത്രയും കാലം ഞാൻ ഈ നാട്ടിൽ അനുഭവിച്ചു വന്ന എല്ലാ ആദരവും മാന്യതയും സ്ഥാനമാന പരിഗണനകളും ഒക്കെ എനിക്കില്ലാതെയാകും. എന്നെ നാട്ടുകാർ ഒറ്റപ്പെടുത്തും, അപമാനിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് പിന്മാറുന്നതിന് പകരം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആദ്യം കണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പറഞ്ഞ ഇക്കാര്യം അദ്ദേഹം അത് അംഗീകരിച്ചു. അദ്ദേഹം തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ വഴിയിൽ കണ്ട ആദ്യത്തെ ആൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഈ കേട്ട കാര്യം തൊട്ടപ്പുറത്ത് അബൂ ഉബൈദയോട് പറഞ്ഞു. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ സത്യമെന്ന് തോന്നിയ, സത്യമെന്ന് ഉറപ്പിക്കാവുന്ന ഇക്കാര്യം തൊട്ടടുത്തുള്ളവരോട് പറഞ്ഞ് അതൊരാൾക്കൂട്ടമായി മാറി. ആ ആൾക്കൂട്ടം ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടു, ബഹിഷ്കരിക്കപ്പെട്ടു എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ആ ചെറിയ ആൾക്കൂട്ടമാണ് ഇന്ന് 145 കോടിയിൽ 150-ലധികം കോടിയായി ലോകത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇസ്ലാമിക വൃത്തം. അന്ന് അവർ തങ്ങളിലേക്ക് ഒതുങ്ങുകയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നോക്കൂ നിങ്ങൾ, ഹിജ്റ 11 നുബുവത്തിന്റെ 11 വർഷങ്ങൾ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധിക്കുന്നു, പുറത്തിറങ്ങാൻ പാടില്ലാത്ത രൂപത്തിലാക്കുന്നു. ആകെ കൂടെ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നത് ഹജ്ജിന്റെ സമയത്ത് മാത്രമാണ്. മക്കക്കാർ നടത്തിയിരുന്ന ഹജ്ജിന്റെ കാലത്ത്. അക്കാലത്ത് 11ാമത്തെ കൊല്ലത്തിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റക്ക് വന്ന ഔസ് ഖസറജ് ഗോത്രത്തിലെ ബഹുദൈവ വിശ്വാസികളായിരുന്ന 12 ആളുകൾ, മാന്യന്മാരെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിയ 10-12 ആളുകളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ അസ്അദ് ബിൻ സുറാറ എന്ന ഒരു ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ആലോചിക്കാൻ ഞാൻ പറഞ്ഞു. അസ്അദ് ബിൻ സുറാറ എന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് തോന്നി ഇത് സത്യമാണെന്ന്. അയാൾ തന്റെ കൂട്ടുകാരെന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചില്ല. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തു, ഇത് ഞാൻ അംഗീകരിക്കുന്നു, ഇതിനുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. അസ്അദ് ബിൻ സുറാറ ശഹാദത്ത് കലിമ ഏറ്റു ചൊല്ലിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 11 ആളുകളും ഇതേ ശഹാദത്ത് ഏറ്റു ചൊല്ലി. തുടങ്ങാൻ ഒരാൾ വേണ്ടതുണ്ട്. ഈ ഇരുട്ടിനെ വകഞ്ഞു മാറ്റാൻ, നേതൃത്വം കൊടുക്കാൻ, മുൻപന്തിയിൽ നിൽക്കാൻ ഒരു തുടക്കക്കാരൻ ആവശ്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരാൾ ആവശ്യമാണ്. ആ 12 ആളുകളെയാണ് ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത 12 നുഖബാ എന്ന് അവർക്ക് പറയാം, മഹാ നേതാക്കന്മാർ. ആ 12 ആളുകൾ തങ്ങൾക്ക് കിട്ടിയ കാര്യം തങ്ങളുടെ നാട്ടിൽ പോയി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം അത് 72 പുരുഷന്മാരും 11 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമായി മാറും. ഈ 83 ആളുകൾ ഒരു വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അത് 1000-ന്-മേൽ അംഗസംഖ്യയിലേക്ക് വളരുന്നു. ആ 1000-ന്-മേലുള്ള അംഗസംഖ്യയായ കൊച്ചു സമൂഹത്തിലേക്കാണ് മദീനയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. പിന്നീടുണ്ടായത് ചരിത്രമാണ്.
ഒരു സമൂഹം സംഘടിപ്പിക്കപ്പെടുന്നു, സാംസ്കാരികമായ ഒരു വിപ്ലവം നടക്കുന്നു, എല്ലാവിധത്തിലുള്ള തിന്മകളും ഇടിച്ചു മാറ്റപ്പെട്ട് ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന അടയാളം പോലും ഇല്ലാത്ത രൂപത്തിൽ ഇന്നും അത്ഭുതമായി നിൽക്കുന്ന ഒരു സമൂഹമായി ആ തലമുറയെ മാറ്റിയെടുത്തത് ഈ അസാദ് ബിൻ സുറാറയുടെ ധീരതയായിരുന്നു, സത്യസന്ധതയായിരുന്നു, ആത്മാർത്ഥതയായിരുന്നു എന്നത് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ നാടിനോടും ഈ സമൂഹത്തോടും നമുക്കുള്ള ബാധ്യതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? കേരളത്തിൽ നോക്കുകയാണ്, എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും നടന്നിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നത്തെ കേരളീയ മുസ്ലിം സൊസൈറ്റിക്ക് രൂപം കൊടുക്കുന്നത് സയ്യിദ് സനാഉല്ലാ മഖ്ദി തങ്ങൾ എന്ന ഒറ്റ വ്യക്തിയുടെ പ്രവർത്തനമാണ്. സനാഉല്ലാ മഖ്ദി തങ്ങളിൽ നിന്ന് മായിൻ ഹമദാനി തങ്ങളായി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയായി, അതിങ്ങനെ 10-15 ആളുകളായി വന്നത് കൊടുങ്ങല്ലൂര് വെച്ച് മണപ്പാട്ട് കുഞ്ഞാമരാജിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഐക്യ സംഘം എന്നൊരു സംഘമായി രൂപപ്പെടുന്നു. പിന്നീട് അത് കേരള ജമിയത്തുൽ ഉലമയായി മാറുന്നു. അവിടെ നിന്ന് കേരളം ഇന്ന് കാണുന്ന ധാർമ്മികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ ആത്മീയവുമായ എല്ലാ പുരോഗതിക്കും തുടക്കമിട്ട ആളുകൾ നമ്മൾ ഇന്ന് ഓർമ്മകളിൽ മാത്രം സൂക്ഷിക്കുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട് അല്ലേ? ആ തലമുറ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മീനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖലാ നഹ്ബാ. അള്ളാഹുവോട് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്തത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ പൂർണ്ണാർത്ഥത്തിൽ ആത്മാർപ്പണം ചെയ്ത് തങ്ങളുടെ ജീവിതകാലം പരമാവധി അതിന് ഉപയോഗിച്ച് നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ മിൻഹും മൻ ഖലാ നഹ്ബാ, തങ്ങളുടെ ബാധ്യതകൾ അവസരം കൃത്യമായി വിനിയോഗിച്ച് കടന്നുപോയവരുണ്ട്. അബൂബക്കർ സിദ്ദീഖിനെ പോലെ, അസ്വദ് ബിൻ സുറാറയെ പോലെ, മുഹാജിറുകൾ അൻസാറുകളെ പോലെ, കേരളത്തിലെ ആദ്യത്തെ തുടക്കം പോലെ വമിൻഹും മൻ യന്തളിർ, ഇനി അവസരം പാർത്തിരിക്കുന്ന ഒരു തലമുറയാണുള്ളത്. ആരാണത്? നമ്മൾ അലസരായതിന്റെ പിന്നിൽ അല്ലേ, നമ്മൾ അലസരായത് കൊണ്ടല്ലേ നമ്മുടെ വീട്ടകങ്ങളിലൊക്കെ ഈ വൃത്തികേടുകളും ദുസ്വഭാവങ്ങളും സദാചാര വിരുദ്ധമായ ഇത് നമ്മുടെ സ്വഭാവമായി, നമ്മുടെ സംസ്കാരമായി ഇക്കാര്യങ്ങളൊക്കെയും വളർന്നു വന്നത് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഈസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവണം. മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവണമെന്നല്ല, നിങ്ങൾ ഉൾക്കൊണ്ട ദീന്, നമ്മൾ ഉൾക്കൊണ്ട തൗഹീദ്, നമ്മൾ ഉൾക്കൊള്ളുന്ന പരലോകബോധം, നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ജീവിത വീക്ഷണവും സംസ്കാരവും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പൊതുജനത്തിനുള്ള സഹായികളായി മാറണം നിങ്ങൾ അല്ലേ? കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാം ചോദിച്ചു പോയി, അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് എന്നോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട്? ആ ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിക്കണം. ആരാണ് ഇതിന്റെ മുമ്പിൽ നടക്കാൻ തയ്യാറുള്ളത്? ഞങ്ങളുടെ ഒപ്പം കൂടാൻ, ഞങ്ങളുടെ സഹായിക്കാൻ. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറല്ലാഹ്, ഞങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനല്ലേ, അള്ളാഹുവിന്റെ മതമല്ലേ, അള്ളാഹുവിന്റെ നിയമങ്ങളല്ലേ, അള്ളാഹു പഠിപ്പിച്ച സംസ്കാരമല്ലേ, അത് നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ ഈസ അലൈഹിസ്സലാമിന്റെ കൂടെ ഹവാരികൾ തയ്യാറായപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫഅയ്യദനല്ലദീന ആമനു അലാ അദുവ്വിഹിം ഫഅസ്ബഹു ളാഹിരീൻ. ആ കൂടെ നിന്ന ആ ആളുകൾക്ക്, അവരുടെ എതിരാളികൾക്കും മേൽ അള്ളാഹു ധാർമ്മികമായ സാംസ്കാരികമായ വിജയം നൽകുകയുണ്ടായി. ആ വിജയമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേരിന്റെ പിന്നിലുള്ളത്. മിൻഹും മൻ ഖലാ നഹ്ബഹു
അവരവരുടെ കാലത്ത് അവർക്ക് ലഭ്യമായ അവസരം പൂർണാർത്ഥത്തിൽ വിനിയോഗിച്ചു. നമുക്ക് ലഭ്യമായ എല്ലാ നിഅമത്തുകളും നമ്മുടെ ദുനിയാവിലെ താൽക്കാലികമായ വിജയത്തിനു വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള യാതൊന്നിനോടും ഒരു ഉത്തരവാദിത്വവും നമുക്ക് ഇല്ലാതെയായി. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എക്കാലവും ഹക്കിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, പരിശുദ്ധ ഖുർആനിന്റെ, ദീനുൽ ഇസ്ലാമിന്റെ സഹായികളായ ഒരു സംഘം ഇവിടെയുണ്ടാകും. ഒരു സംഘം ഇവിടെയുണ്ടാകും. ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ആരായിരുന്നാലും, ആരൊക്കെ ചതിച്ചാലും, ആരൊക്കെ കുതികാൽ വെട്ടിയാലും, ആരൊക്കെ പിന്മാറിയാലും, ആരൊക്കെ തോൽപ്പിച്ചാലും, ആരൊക്കെ എതിർത്താലും ആ ടീമിന്റെ അന്ത്യം കുറിക്കാൻ അവർക്ക് കഴിയില്ല. ഖിയാമത്തിന്റെ കൽപ്പന വരുന്നത് വരെ ആ ടീം ഇവിടെ ഉണ്ടാകും. നമ്മൾ ആ ടീമിലുണ്ടോ? ആ ടീമിൽ നമ്മളുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വീട്ടകങ്ങളിൽ തൗഹീദും സുന്നത്തും ഇസ്ലാമിക സംസ്കാരവും നിലനിർത്തിയാൽ മാത്രം മതിയല്ലോ, അല്ലേ? ഞാനൊരു വഴിയിൽ, എന്റെ മക്കൾ വേറെ ഒരു വഴിയിൽ, പേരക്കുട്ടികൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഒരു പ്രയോഗത്തിന് വല്ലാത്ത പ്രസക്തിയില്ലേ? ലാ യളുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ആര് ചതിച്ചാലും ആ വിഭാഗത്തെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരിലാണ് വിളിച്ചത്. ഒന്ന് വഹും അഹ്ലുസുന്ന വൽ ജമാഅ. അവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. നെയ്യപ്പം പോലുള്ളതല്ല. നെയ്യപ്പത്തിന് ആ പേരിനുള്ളിൽ പൊടി നെയ്യ് അതിലുണ്ടാവില്ല, അല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅ അസുന്ന മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ജീവിച്ചു തീർത്ത മാതൃകക്കാണ്, അതിനെ പിൻപറ്റുന്നവർക്കാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാ. രണ്ടാമത് ആ വിഭാഗത്തിന് അഹ്ലുസുന്നത്തിന് അള്ളാഹുവിന്റെ റസൂൽ പേരിട്ടത് വഹും ത്വായിഫത്തും മൻസൂറ. എക്കാലവും അള്ളാഹുവിന്റെ സഹായത്തിന് യോഗ്യതയുള്ള ഒരു ടീമായിരിക്കും അവർ. മൂന്നാമത് അതിന് പറഞ്ഞത് വഹും ഫിർഖത്തുൻ നാജിയ. പരലോകത്ത് സ്വർഗവിജയം നേടുന്ന വിഭാഗമായിരിക്കും അവർ. അതിനവർ ചെയ്യേണ്ടുന്നത് എന്താണ്? ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഒരു വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കച്ചവടത്തെ കുറിച്ച് പറയട്ടേനാ. എന്താണ് കച്ചവടത്തിന്റെ ക്യാപിറ്റൽ? എന്താണ് മുതൽ മുടക്ക്? തുഅ്മിനൂന ബില്ലാഹി വറസൂലി. ഈമാൻ നന്നാക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. സമ്പത്തും ശരീരവും ജീവിതത്തിന്റെ സമയങ്ങൾ അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനത്തിന്, പ്രചാരണത്തിന്, നന്മയുടെ നിലനിൽപ്പിന്, തിന്മയുടെ കുത്തൊഴുക്കിന് തടയണ തീർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇതാണ് മുതൽ മുടക്ക്. ആ മുതൽ മുടക്കിന് അവർക്ക് കിട്ടുന്ന വിജയം എന്താണ്? ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇതിന് പകരമായി അള്ളാഹു അവർക്ക് നൽകാമെന്നേറ്റ കരാറ് സ്വർഗമാകുന്നു. ഇത് ഇന്നും ഇന്നലെയുമുള്ള ഒരു പുതിയ ഓഫർ അല്ല. ഈ ഓഫർ പരിശുദ്ധ ഖുർആനിലുണ്ട്, മുൻവേദഗ്രന്ഥമായ ഇഞ്ചീലിലുണ്ട്, അതിന്റെ ഈ മുൻവേദഗ്രന്ഥമായ തൗറാത്തിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൗറാത്തിലെ ആ പ്രവചനം അള്ളാഹു പാലിച്ചത് മൂസാ നബിയുടെ സമൂഹത്തിന്റെ വിജയമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. വിജയത്തിന് ഉറപ്പല്ലേ? ഇഞ്ചിയിൽ ആ പ്രയോഗമുണ്ട് എന്നത് ഈസാ നബിയുടെ വിജയത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഖുർആനിലും ആ പ്രമേയമുണ്ട്, ആ പ്രയോഗമുണ്ട്, ആ വാഗ്ദാനമുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാവിജയം തെളിവല്ലേ? അതിന് നമ്മളിൽ മാത്രം അതില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് പിന്നെന്തറിയും? ഈ ഉടമ്പടിയിൽ സ്വന്തം ജീവിതം അള്ളാഹുവിന്, സ്വന്തം സമയം, അറിവ്, കഴിവ്, സമ്പത്ത് അത് അള്ളാഹുവിന് വിൽക്കാൻ തയ്യാറുള്ളവർ സന്തോഷിച്ചു കൊള്ളുക.
വല്ലാത്തൊരു പ്രയോഗല്ലേ. ഫസ്തബ്ശിറൂ ബിബൈഅഇകുമുല്ലദീ ബായഅതും ബിഹി. നേരത്തിന് നിസ്കരിക്കാൻ പോലും പറ്റാത്ത മക്കളുള്ള വീടാണ്. മര്യാദക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്ത പേരക്കുട്ടികൾ വളർന്നു വരുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മളിപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് അഭിരമിക്കുകയാണ്, നമ്മൾ അഹങ്കരിക്കുകയാണ് നമ്മൾ. അത് എത്രത്തോളം സത്യമാണെന്ന് അവനവന്റെ വീട്ടകങ്ങളിലേക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് മനസ്സ് കൊണ്ടുപോവുക, നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഏതോ ഒരു ഉട്ടോപ്യൻ കാലത്താണുള്ളത്, ഭാവനയുടെ ലോകത്താണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും നമ്മുടെ വീട്ടകങ്ങളിലില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ലാ യസ്തവി ഖുർആൻ പറയാ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ലററി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. സ്വന്തം സമ്പത്തും ശരീരവും ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അവർക്കാണ് മുജാഹിദ് എന്ന് പറയാ. അതൊരു സംഘടനയുടെ പേരായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് പണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഉറക്കം പാരായണം ചെയ്യുമ്പോഴേ ഈ ആയത്ത് കേട്ടപ്പോ എന്നോടിന്റെ ഭാര്യ ചോദിച്ച എല്ലാം നിങ്ങളെ മുജാഹിദീങ്ങളുടെ പേര് ഖുർആനിലാണ്, ഞങ്ങളുടെ സുന്നികളുടെ പേരില്ലേ? അപ്പൊ ആ അർത്ഥത്തിലല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ചോദിക്കൂലോ, അന്ന് അവളത് ചോദിച്ചതാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈരി ഉലിൽ ലറർ. പ്രയാസങ്ങളൊന്നുമില്ല, ശാരീരികമായി വൈകല്യമില്ല, വാർദ്ധക്യത്തിന്റെ അവശതകളില്ല, സാമ്പത്തികമായി ചുറ്റുപാടുകളുണ്ട്. എന്നിട്ടും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാത്തവർ തുല്യരാവുകയില്ല. ആരോട്? സമ്പത്തും ശരീരവും കൊണ്ട് അള്ളാഹ്ക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരോട് അവർ തുല്യരാവുകയില്ല. ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന ദറജ. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പ്രവർത്തന സജ്ജരാകുന്ന ആൾക്കൂട്ടത്തോടൊപ്പം ചേർന്ന് അള്ളാഹ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത നൽകും. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. രണ്ടു കൂട്ടർ മുഅ്മിനീങ്ങളാണ്, രണ്ടു കൂട്ടർ ഇബാദത്തുള്ളവരാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരിലും നന്മയുമുണ്ട്, രണ്ടു കൂട്ടരും അള്ളാന്റെ ആൾക്കാരാണ്. പക്ഷേ വഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അലീമ. പ്രവർത്തന സജ്ജരാകുന്ന സജ്ജതയുള്ള ആളുകൾക്ക് അള്ളാഹു കൂടുതൽ ശ്രേഷ്ഠതയും മഹത്തായ പ്രതിഫലവും നൽകും. ശ്രേഷ്ഠത ദറജാത്തിൻ മിൻഹു. ദുനിയാവിൽ ആദരവ്, പരലോകത്ത് ശ്രേഷ്ഠമായ ഉന്നത പദവി. വമഗ്ഫിറതൻ. വന്ന വീഴ്ചകൾക്കെല്ലാം മാപ്പ്. വറഹ്മതൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിലുള്ള ജീവിതം. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു റബ്ബ്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വശഫീഇനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരേ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് സമ്പൂർണമായി വിധേയപ്പെടാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പടി ജീവിതത്തിൽ പുലർത്താൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിന് എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള പ്രവർത്തനം അല്ല സുന്നത്തായി ശ്രേഷ്ഠമായി പഠിപ്പിച്ചത്. അലൈക്കും ബിൽ ജമാഅ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു ടീമാവണം, നിങ്ങളൊരു സംഘമാവണം, ഒരു കൂട്ടമാവണം. ഫഇന്നൽ ബറക്കത മഅൽ ജമാഅ. ആ കൂട്ടത്തോടൊപ്പമായിരിക്കും, ആ ടീം വർക്കിലാണ്, ആ സംഘപ്രവർത്തനത്തിലാണ് അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവുക എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വചനത്തിൽ കാണാം, മൻ ഫാറഖൽ ജമാഅ. ഈ സംഘമൊന്നും വേണ്ട, അങ്ങനെ ടീമൊന്നും വേണ്ട, എനിക്കിതിനൊക്കെ കഴിയും, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചിക്കും
ആരോടും കമ്പനിയില്ല. നിങ്ങളൊന്ന് നേരായിട്ട് വരും, നിങ്ങളിപ്പോ എത്ര സംഘടന, ആദ്യം നിങ്ങളെ നന്നാക്കിയിട്ട് വരും എന്നൊക്കെ പറയുന്ന ന്യായവാദക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ എന്ന് വെച്ചോളൂ. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഫാറഖൽ ജമാഅ, സംഘത്തിൽ നിന്ന്, കൂട്ടത്തിൽ നിന്ന്, കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ജീവിക്കാൻ ഒരാൾ ശ്രമിച്ചു, സുമ്മ മാത്ത അലാ ദാലിക്, അങ്ങനെ ഒറ്റപ്പെട്ടവനായി അയാൾ മരണപ്പെടുകയും ചെയ്തു എങ്കിൽ ഫഖദ് മാത്ത മീത്തത്തൻ ജാഹിലിയ എന്നാണ് റവാഹു മുസ്ലിം. അയാൾ മരിക്കുന്നത് ജാഹിലിയ സമ്പ്രദായവും ദുസ്വഭാവവും വെച്ചിട്ടാണ്. അല്ലാതെ മുശ്രിക്കായിട്ട് ജാഹിലായിട്ടാണ് മരിച്ചു എന്നല്ല. അയാൾ മരിക്കുന്നത് അയാൾക്ക് ജാഹിലിയത്തിൽ സമ്പ്രദായവും വിശ്വാസവും അഹങ്കാരവുമാണ് ഉള്ളത്. അങ്ങനെ അയാൾ ചെയ്യാൻ പാടില്ല. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അലൈക്കും ബിൽ ജമാഅ, കൂട്ടത്തോടൊപ്പം നിൽക്കണം, ഒറ്റപ്പെടരുത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ആടുകൾ ഉണ്ടാകുമ്പോൾ ആ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ആളുകളുമുണ്ടാകും, ഇടയന്മാരുണ്ടാകും. അതിൽ നിന്ന് ഒരാട് തെന്നിത്തെറിച്ച് ഒറ്റപ്പെട്ടു പോയാൽ ചെന്നായ പിടിക്കാൻ ഈ കൂട്ടത്തിലുള്ള ആടുകൾക്കുള്ള സാധ്യതയേക്കാൾ എത്രയോ മടങ്ങ് ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടിനെയാണ് എന്നൊരു അലങ്കാര പ്രയോഗമാണ് നടത്തിയത്. നോക്കാണി, ഈ അവസാനം പറഞ്ഞ ഹദീസ് എന്റെയും നിങ്ങളുടെയും മക്കള് പേരക്കുട്ടികളുടെ കാര്യത്തിലൊന്നും നോക്കാൻ. എവിടെയാണ് അവർ നിൽക്കുന്നത്? ആരാണ് അവർക്കുള്ളത്? ഏതാണ് അവരുടെ നിലപാട്? എന്താണ് അവരുടെ വിശ്വാസം? എന്താണ് അവരുടെ സ്വഭാവം? എങ്ങനെയാണ് അവരുടെ ഇബാദത്തുകൾ, അവരുടെ വസ്ത്രധാരണം, അവരുടെ വേഷവിധാനം, അവരുടെ തലമുടി, അവരുടെ സംസാര മര്യാദകൾ, അവരുടെ കുടുംബ ബന്ധങ്ങൾ, അവർക്ക് മുതിർന്നവരോടുള്ള ബന്ധം, അവർക്ക് ഇളയവരോടുള്ള അവരുടെ പെരുമാറ്റ മര്യാദകൾ, അവരുടെ സത്യസന്ധത, അവരുടെ എന്നിങ്ങനെ പറഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട ഏത് മേഖലയും ഈ അവസാനം പറഞ്ഞ ഹദീസാണ് ഉണ്ടാവുക. ആ ഒറ്റപ്പെട്ടു പോയ നമ്മുടെ മക്കൾ പൈശാചികത എന്ന ചെന്നായയുടെ വായിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ലേ? സത്യത്തിൽ നിന്നൊക്കെയാണ് ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന നമ്മുടെ മക്കൾ. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പിടിച്ചാൽ കിട്ടുന്നിടത്തുനിന്ന് പോലും അവർ മാറിയിരിക്കുന്നു. വൈകുന്നേരം വരെ വീട്ടിലിരുന്ന് നട്ടപ്പാതിരാക്ക് പുറത്തിറങ്ങി പോകുന്ന സമ്പ്രദായം നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. നമുക്കുള്ളതിനേക്കാൾ അവർക്ക് വിലയും നിലയും സഹവാസവുമുള്ളത്, ബന്ധങ്ങളുള്ളത് പാതിരാവിന്റെ ഇരുട്ടിന്റെ ചങ്ങാത്തത്തോടാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മതം എന്നത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം എന്നത്, അതിനുവേണ്ടിയുള്ള സഹകരണം എന്നത്, അതോടുകൂടെ നമ്മൾ ഉണ്ടാവുക എന്നത്, അതോടുകൂടെ നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കുക എന്നത് നമ്മുടെ ദുനിയാവിന്റെ രക്ഷയാണ്, അന്തസ്സിനുള്ളതാണ്, നമ്മുടെ പരലോക വിജയത്തിന്റെ കാര്യമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുമായി, ഇസ്ലാമിക ദഅ്വ പ്രവർത്തനങ്ങളുമായി എല്ലാ വിധത്തിലുള്ള നമ്മുടെ നിലവിലുള്ള നിലപാടുകളും മാറ്റിവെച്ച് നമ്മൾ ഐക്യപ്പെടേണ്ടതുണ്ട്. അതിന് പിൻബലം നൽകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികവും സാമ്പത്തികവുമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കരകയറ്റം നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും നമുക്ക് അള്ളാഹുവെ ശിഫയാക്കി തരയണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ, തൗഹീദിന്റെ ഉപോത്ബലകമായ സുന്നത്തുകളെ ആദരപൂർവ്വം ജീവിതത്തിൽ പാലിക്കാൻ, തൗഹീദിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ, തൗഹീദി പ്രബോധന പ്രവർത്തന രംഗത്ത് നിന്ന് ഒരല്പം പോലും പിന്നോക്കം പോകാതെ മുന്നണി പോരാളിയായി നിന്ന് തൗഹീദിന് വേണ്ടി ജീവിച്ച്, തൗഹീദിന് വേണ്ടി മരിച്ച്, തൗഹീദിന്റെ മുന്നണി പോരാളികളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈ വഴിതെറ്റുന്ന ഞങ്ങളുടെ മക്കളെ, അവർ ഞങ്ങളുടേതാണ്, അവർ ഞങ്ങളുടെ പരലോക വിജയത്തിന്റെ കാരണങ്ങളാണ് റഹ്മാനെ. അവർ ഞങ്ങളുടെ പ്രതീക്ഷയാണ്, അവർ ഞങ്ങളുടെ പ്രത്യാശയാണ്, അവർ ഞങ്ങളുടെ അഭിമാനങ്ങളാണ്. അവരെ ഞങ്ങളുടെ അപമാനങ്ങളാക്കാതെ, ഞങ്ങളുടെ സങ്കടങ്ങളാക്കാതെ
നിന്റെ ദീനീ ദഅ്വാ രംഗത്തേക്ക് അവർക്ക് ആകർഷണം നൽകണമേ റഹ്മാനെ. മുത്തഖികളായി ജീവിക്കാൻ, ഇബാദത്തുകളിൽ തൽപരരാവാൻ, ഇസ്ലാമികത്തിന്റെ സംസ്കാരത്തെ അന്തസ്സോടുകൂടി ജീവിതത്തിൽ പാലിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ. അവരെ ആ രൂപത്തിൽ ദീനിയായി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ദുനിയാവിലൂടെ വിട പറയാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. അല്ലാഹുമ്മ ആതിൽ ഉംറനാ വഹസ്സിൻ عملنا وحسن عاقبة أمرنا يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض. اللهم حسن لنا مرادنا ويسر لنا أمورنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.